അങ്ങനെ നമ്മളുടെ യാത്രയിൽ വളരെ നിയോഗം പോലെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ശരിക്കും ഒന്നും രാവിലെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചതല്ല നമ്മൾ ഇന്ന് എവിടെയാടി ഇന്ന് തേസ്പൂരിലെത്തി അവിടെ ഏതെങ്കിലും ലോഡ്ജിൽ കയറി റൂം എടുത്ത് തുണി എഴുതിക്കൊണ്ട് നിൽക്കേണ്ട ഞങ്ങളാണ് ഇന്ന് രാവിലെ തവാങ്ങിലേക്ക് പോകുന്നത്. തവാങ് മാത്രമല്ല അവിടുന്ന് ബുംലയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ആ യാത്രയിൽ നമ്മളുടെ ഏറ്റവും അധികം സഹായിച്ച നമ്മുടെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ ശ്യാം ചേട്ടനാണ്. പുള്ളി അവിടെ ഒളിച്ചു നിൽപ്പുണ്ട്. ശ്യാം ചേട്ടന്റെ ഫോട്ടോ ഞങ്ങൾ പിടിച്ചിരിക്കും. ശ്യാമും ലക്ഷ്മിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ ശിവചേട്ടനും ആ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് ഇന്ന് നമ്മുടെ ഒരു ഇന്നോവ വിളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പോവുകയാണ് നേരെ തവാങ്ങിലേക്ക്. അപ്പം ചിലപ്പോഴൊക്കെ സേല ടോപ്പിൽ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു. പക്ഷെ ഇന്നലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലെ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇന്ന് ഇതുവരെയും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഞങ്ങളിങ്ങോട്ട് വന്ന ദിവസം ഒരു രക്ഷയില്ലാത്ത തണുപ്പും ഭയങ്കര കുറച്ച് ഭീകരമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. കാരണം ഹിമാലയൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന ക്ലൈമറ്റാണ്. ഇന്ന് 2 ദിവസമായിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സേലോ ടോപ്പിൽ മഞ്ഞ് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അവിടെ ഇച്ചിരി കാപ്പിയുടെയൊക്കെ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത്. സേലോ ടോപ്പിൽ വെച്ച് ചെറിയൊരു കാപ്പി അതിൻ്റെ പരിധിയിലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് ചെറിയ പ്രശ്നം, അതുകൊണ്ട് ഈ വണ്ടി മാറ്റി പുതിയ വണ്ടിയിൽ പോകും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് കണ്ടാണ് ചെറിയൊരു ബസ് സ്റ്റോപ്പ്, മറാത്ത ചൗക്ക് ബസ് സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്നും ബസ്സുകളുണ്ട്. നമുക്ക് തവാങ്ങിലേക്കൊക്കെ പോകാനുള്ള ബസ്സുകളുണ്ട്. മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടയ്ക്കും, തവാങ് പെട്ടെന്ന് അടയ്ക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തവാങ് കണ്ട് ബുംലയും കണ്ട് തിരിച്ചിറങ്ങാനാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തവാങ് വിശേഷങ്ങളിലേക്ക് പോകാം. വണ്ടി കൊണ്ട് വലിക്കുന്നില്ലല്ലോ, ആള് കൂടുതലുണ്ടോ? ഉണ്ടുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാവരും. മുഖം മറച്ചിരിക്കുന്ന 2 പേരുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? കാറിന്റെ മൂലയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടോ കൂട്ടുകാരെ? ടോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാണാൻ പറ്റായിരുന്ന കാഴ്ചകളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കഴിഞ്ഞ ദിവസം പോലെ തന്നെ കാഴ്ചകളാണ്. നമ്മുടെ ലാമ അണ്ണൻ ആണ് വണ്ടി ഓടിക്കുന്നത്. നല്ല പഴഞ്ഞ വണ്ടി ഓടിക്കുന്ന ഉറക്കുന്ന ലാമ അണ്ണൻ നമ്മളെ തിരക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബൊംഡില സിറ്റി എന്ന് പറയുന്നത്. ആ സിറ്റിയിലെ ഏതോ ഒരു ഹോട്ടലായിരുന്നു ഇന്നലെ നമ്മൾ തണുത്ത് ഉറച്ച് കിടന്നിരുന്നത്. ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ദിരാങ്ങിലേക്കാണ്. ദിരാങ് ഏകദേശം 35 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതുവരേക്കും ഇതുവരെ ഉള്ള ചെറിയ മരങ്ങളൊക്കെ ഉള്ള ഭൂപ്രകൃതിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ദിരാങ് വരെയും വരുന്നില്ല. നമ്മൾ ലഡാക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഏകദേശം സോൻമാർഗ് വരെയൊക്കെയുള്ള അത്രയും കാലാവസ്ഥകളെ അല്ലെങ്കിൽ അത്രയും ഭൂപ്രകൃതി ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. ഡ്രൈവർ ലാമ ചേട്ടൻ നല്ലൊരു കമ്പനിയാണ് കേട്ടോ. പുള്ളി എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓരോ സ്ഥലവും കാണുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതുപോലെ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ. കാരണം ഇങ്ങനെ കാലാവസ്ഥയെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ച് കുട്ടികളൊക്കെ ഇല്ല, അവരൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു ഒരു 1-2 കിലോമീറ്ററിനകത്തൊരു കടയുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമപ്രദേശത്തുള്ള പ്രത്യേകതരം കുറേ ഫ്രൂട്ട്സൊക്കെ അവിടെ കിട്ടും. അപ്പം പുള്ളി ഒരു പ്രൊമോഷൻ രീതിയിലൊക്കെയാണ് പറയുന്നത്. പരിചയമുള്ള കട വല്ലതും ആയിരിക്കും. എന്തായാലും ഇനി അവിടുത്തെ കാഴ്ചകൾ കാണും. രാവിലെ കഴിച്ചിട്ടല്ല ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി, സ്നാക്സ് കഴിക്കാൻ. ഇവിടുത്തെ ഒരു പട്ടണമാണ്. ഇവിടെ അത്യാവശ്യം കൃഷികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നിന്നിടത്ത് മിലിറ്ററിയുടെ ആ ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടെ നല്ല ഉഗ്രം പേരയ്ക്കായിരുന്നു, നല്ല മധുരം. പക്ഷേ നമുക്ക് അവിടെ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ ഇവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ കിവി നമ്മുടെ നാട്ടിലെ പ്രൈസ് അറിയാമല്ലോ. ഇവിടെ 100 രൂപയാണ് 1 കിലോയ്ക്ക്. പിന്നെ നമ്മുടെ പെസിമൻ ഫ്രൂട്ട് ഉണ്ട്. പെസിമൻ നമുക്ക് കഴിഞ്ഞ ദിവസം ഫ്രീ ആയിട്ട് കിട്ടി. ഇവിടെ 250 രൂപയാണ് 1 കിലോയ്ക്ക്. അപ്പം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. അപ്പം ഇവിടെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കിട്ടുക. എന്താ സംഭവം? ചായ തീ ആയിക്കോണോ? അത് ശരി. അടി തവണ തീയും കായാം. സാധനം എല്ലാം ഉണ്ട്. ഇവിടെ ചുമ്മാ കടകളിലൊക്കെ കണ്ടാ സാധനം വെച്ചേന്നുണ്ടാ. വേണമെങ്കിൽ വാങ്ങിക്കാം, ഇവിടുന്ന് അടിക്കാം. മിക്കവാറും ശിവണ്ണം വൈറലാക്കി നമ്മുടെ ചൂട് ചൂടിയായ
നമ്മൾ നാവലിൽ പോയപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരം ഹൈ ആൾട്ടിറ്റ്യൂഡ് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് AMS ആണ്. അപ്പം അതിനുള്ള മുൻകരുതലെല്ലാം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തവണത്തെ യാത്ര എന്തായാലും പേടിയില്ല, കാരണം കാറിനകത്താണ് പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ശ്യാമായാലും നമ്മുടെ ചേട്ടനായാലും അവരെല്ലാം തന്നെ ആർമി മെഡിക്കൽ കോറിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളവരാണ്. അതിൻ്റെ മരുന്നുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേർ സെറ്റിട്ട് പോകുമ്പോഴത്തേക്ക് അതിനുള്ള ടെൻഷനുകളൊന്നുമില്ല. നമ്മൾ ഈ ചായ കുടിച്ച സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്കും അവർ നമ്മളത് ക്ഷണിച്ചിരുന്നു. ഈ കുന്നുകൾക്കപ്പുറത്ത് അവരുടെ വില്ലേജസ് ഉണ്ട്. ആ വില്ലേജൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടുകളും അവരുടെ പാടങ്ങളും എല്ലാം കാണാൻ പറ്റും. പക്ഷേ വണ്ടി അവിടം വരെ പോകത്തില്ല, കുറച്ച് വണ്ടി ഇട്ടിട്ട് നമുക്ക് നടക്കേണ്ടി വരും. പക്ഷേ ഇത്ര ആൾട്ടിറ്റ്യൂഡിലൊക്കെ നടക്കുന്നത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ശ്വാസം കിട്ടാനൊക്കെ. പക്ഷേ വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. ഈ ഹൈറ്റ് കയറുന്നതനുസരിച്ച് ആ ഒരു വ്യത്യാസം വരും. പെട്ടെന്ന് കൂടണം, കാലാവസ്ഥ പെട്ടെന്ന് മാറും. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം ഉച്ചയെടുക്കാറായി, നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സേല ടോപ്പാണ്. അപ്പോൾ സേല ടോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫുഡൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സേല ടോപ്പ് എത്തുന്നതിന് മുമ്പ് പത്മ കഫേ എന്ന് പറയുന്നൊരു കഫേ ഉണ്ട്. നമ്മുടെ നാട്ടിലെ NSS ചേച്ചിയുടെ അടുത്ത പത്മ കഫേ അല്ല, ഇത് അവിടുത്തെ ലോക്കലായിട്ടുള്ള പത്മ കഫേയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ലതാണെന്നാണ് നമ്മുടെ ലാമാണ്ണം പറയുന്നത്. അപ്പോൾ സാധാരണ തവാങ് പോകുന്ന എല്ലാവരും തന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട് നമ്മൾ ലാമാണ്ണം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ റൂട്ടിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ആർമി ജവാൻസിൻ്റെ തവാങ്ങിലേക്കുള്ള ട്രാൻസിറ്റ് ഏരിയയാണ് ബൈസായി എന്നുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പത്മ കഫേ എത്തും. എങ്ങനെയുണ്ട്, ടീമുകളെല്ലാം ഉറങ്ങിയോ? എല്ലാവരും ഉറക്കത്തിലാണോ? അതുണ്ട് ആരും എടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കും. തവാങ്ങിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ മെയിൻ റൂട്ടാണ് ഈ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി. അതുകൊണ്ട് തന്നെ മിഡായിട്ട് ഫുഡ്, അതായത് റിഫ്രഷ്മെൻറ്റ്, മെയിൻ കോഴ്സുകൾ കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ റഷ് ഞങ്ങൾക്ക് ഇവിടെ കാണാമായിരുന്നു. കാരണം ഒരു ടേബിൾ ഒഴിഞ്ഞാൽ ചാടി കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ക്യൂ ആയിരുന്നു ആൾക്കാർ. അങ്ങനെ ഒരു വിധമാണ് ഞങ്ങളൊരു ടേബിൾ ഒപ്പിച്ചത്. ആണോ? വെജിറ്റേറിയൻ താലിയാണ് പറഞ്ഞേക്കുന്നത്, 120 രൂപ. അപ്പോൾ അതിനകത്ത് ആദ്യം റൊട്ടി വന്നിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചാവല് വരും, നമ്മുടെ അരി. തുടങ്ങി പറയാം. പറഞ്ഞോ. ഇപ്പൊ കേട്ടോണ്ട് ഇവർക്ക് പിന്നെ ശീലമാണ്, റൊട്ടിയെ കഴിച്ച് ശീലമാണല്ലോ. നമുക്കല്ലേ ഇവിടെ ശീലമില്ലാത്തത്. അതിനകത്ത് റൊട്ടിയുണ്ട്, സബ്ജി എന്ന് പറയുന്ന എന്തൊക്കെയോ സാധനം തന്നിട്ടുണ്ട്. ഇത് ദാലാണോ? ഇതെന്ത് സാധനം? ഇത് ഇവരുടെ എന്തോ ഒരു കറി, ഇത് ദാൽ കറി. ഇതിനിടയ്ക്ക് എന്തോ ഒരു സാധനം മുളകിട്ടാന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ പച്ചക്കൊക്കെ തന്നിട്ടുണ്ട്. ഇവരൊന്നും വേവിക്കത്തൊന്നുമില്ലയോ? എന്നാൽ പിന്നെ നമുക്ക് തന്നെ കണ്ടിട്ട് മതിയായിരുന്നല്ലോ. ഡേ കണ്ണു, നീ എന്തോ തിന്നുന്നേ? നല്ല സൂപ്പർ റൊട്ടി, ഫ്രഷായിട്ട് ഉണ്ടാക്കിയിരുന്ന റൊട്ടി. അത് കിട്ടുമായിരുന്നു കറിയെ കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ അൺലിമിറ്റഡ് ആണ്, റൈസ് എത്ര വേണമെങ്കിലും വാങ്ങാം, റൊട്ടി എത്ര വേണമെങ്കിലും വാങ്ങാം. നമുക്ക് ആ സബ്ജി എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. എല്ലാം കൊണ്ട് നല്ല അടിപൊളി സാധനമാണ്. വറുത്താണ് കഴിക്കുന്നത്. കണ്ണു കൊള്ളാവോടാ മോനെ? എങ്ങനെയുണ്ട്? കൊച്ചിന്റെ പാത്രം എടുത്തോണ്ട് പോന്നേ. ഗീർ വേണോ? ഗീർ വേണോ? ഈ അരിയെക്കാട്ടി നല്ലത് റൊട്ടിയാ കേട്ടോ. आपने खाएंगे? खा लिया था? खाना खा लिया. खा लिया. चिकन खा लिया? चिकन और राइस. ठीक है. അങ്ങനെ നമ്മൾ നമ്മുടെ പത്മ കഫേയിലെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ആ റൊട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ തന്ന സബ്ജി. റൊട്ടി എങ്ങനെ കേട്ടോ? റൊട്ടി ലൈവായിട്ട് ഉണ്ടാക്കി തരായിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. റൊട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ റൈസ് കുറച്ച് പെട്ടെന്ന് തണുത്ത് പോകുന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് റൊട്ടിയാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് ലൈവായിട്ട് വരുമ്പോഴത്തേന് ടേസ്റ്റ് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ആയിരുന്നു. 120 രൂപയ്ക്ക് നമുക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സേല പാസിലോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്.
നമ്മുടെ കാറിലായതുകൊണ്ട് ബൈക്കിൽ പോകുന്ന ഒരു ത്രില്ല് കിട്ടുന്നില്ല. ഒന്നാമത് ഈ അടച്ചു മൂടിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാറ്റടിക്കുന്നില്ലല്ലോ. ഒരു ബൈക്ക് റൈഡറെ സംബന്ധിച്ചോളം നമ്മുടെ അന്തരീക്ഷത്തിരുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലസൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ യാത്രാ മോഡിലും ഇഷ്ടപ്പെടുന്ന വരത്തില്ലല്ലോ. നമ്മൾ ഈ ട്രിപ്പിലെ നമ്മുടെ രണ്ടാമത്തെ ട്രാവൽ മോഡാണ് നമ്മുടെ കാറെന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ അല്ല ശരിക്കും അല്ലേ, നമ്മൾ ഫ്ലൈറ്റിൽ വന്നു, പിന്നെ ഏതാ ബൈക്കിൽ വന്നു, ഇപ്പം മൂന്നാമത്തെ കാറല്ലേ അടുത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിനി എന്തായാലും നമുക്ക് തവാങ് നടക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ലേ. നമ്മുടെ ശ്യാംചേട്ടനെ കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു ഇത്. റോഡ് സൂപ്പറാണ്, റോഡും സൂപ്പറാണ്, പക്ഷെ അതുപോലെ തന്നെ വ്യൂസും സൂപ്പറാണ്. അതെ, അടിപൊളി. നമ്മുടെ ഈ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു കിടിലൻ റൂട്ടാണ്, ട്രൈ ചെയ്തിരിക്കേണ്ട റൂട്ടാണ് നമ്മുടെ തവാങ് റൂട്ട് എന്ന് പറയുന്നത്. ഒരു പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഒരുപാട് മാറ്റങ്ങൾ ഈ റോഡിന് വന്നുകൊണ്ടേ ഇരിക്കുമായിരിക്കും അല്ലേ. കാരണം നമ്മൾ പലയിടത്തും ശ്രദ്ധിച്ചില്ലേ, വീണ്ടും കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വൈഡൻ ചെയ്ത റോഡാണ്, ചിലപ്പോൾ ഫ്രണ്ടോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരേ സമയത്ത് തന്നെ അത്രയ്ക്ക് മനോഹരവും അതുപോലെ തന്നെ അപകടകരവുമാണ് ഇത്തരം റോഡുകളും അതുവഴിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ. ചെറിയ സെറ്റിൽമെന്റ്, തോനെയും മിലിറ്ററിയാണ്. ഈ കുന്നുകളുടെയൊക്കെ കുന്നിൻ ചെരുവുകളിലാണ് ഗ്രാമങ്ങളും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ. അപ്പം നമ്മുടെ ലാമണ്ണ പറഞ്ഞ ഓർമ്മയില്ല, ഇവരൊക്കെ പണ്ട് ഈ കാടിനകത്ത് അകത്ത് ഉള്ളിലെ ഗ്രാമങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ഇവർ താഴെ ഇറങ്ങി വന്ന് ഇപ്പോഴാണ് ഇവർ ഈ സൈഡിലേക്ക് സെറ്റിൽ ആയതൊക്കെ തന്നെ. ഇപ്പോഴും ആൾക്കാർ സെറ്റിൽമെന്റ് ഒക്കെ വളരെ കുറവാണ്. നമുക്ക് തവാങ് എത്തണമെങ്കിൽ നമുക്ക് പറഞ്ഞല്ലോ ഒറ്റ ദിവസം കൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള ബൈരക്കുണ്ട് വഴിയാണ് ട്രൈ ചെയ്തത്. മിക്കവാറും ആൾക്കാരും ട്രൈ ചെയ്യുന്ന ഗുവാഹത്തി റൂട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം ഗുവാഹത്തിയിൽ നിന്ന് ബൊംഡിയിൽ എത്തുക, ബൊംഡിയിൽ അല്ലെങ്കിൽ ദിരാങ്ങിലും എത്താം. അപ്പോൾ ദിരാങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫാണ്, കാരണം അവിടെ നിന്ന് 135 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ എത്താൻ ഒരു 5-6 മണിക്കൂർ എടുക്കും, അതിൽ കൂടുതൽ എടുക്കുമെങ്കിലേ ഉള്ളൂ. കാരണം ട്രാഫിക് കണ്ടീഷൻസും ക്ലൈമറ്റ് കണ്ടീഷൻസും ഒക്കെ അനുസരിച്ച് അതിൽ കൂടുതൽ എടുക്കുമെങ്കിലേ ഉള്ളൂ. അപ്പോൾ ദിരാങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്കാണ്, രാവിലെ ഇവിടെ നേരം വെളുക്കുമല്ലോ, ആ സമയത്ത് തന്നെ ഇവിടുന്ന് ടാക്സീസ് കിട്ടും. അത് മാത്രമല്ല ദിരാങ്ങിൽ നിന്ന് എല്ലാ ദിവസവും നമുക്ക് ബസ് സർവീസ് ഉണ്ട്, അരുണാചൽ ഗവൺമെൻറ് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും നമുക്ക് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. സമയം കൂടി കഴിഞ്ഞാൽ, കാരണം ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സേല ടോപ്പിൽ മഞ്ഞ് വീഴ്ച സാധ്യതയുണ്ട്. അപ്പോൾ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സേല ക്രോസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്താൻ ശ്രമിക്കണം. അതായത് നമ്മളുടെ ഡ്രൈവർ ചേട്ടനെ പറയുന്നുണ്ട്, പുള്ളി ഇങ്ങനെ റഷ് ചെയ്യാണ്, പെട്ടെന്ന് പോകണം. നമ്മൾ ഇടയ്ക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെയൊന്നും അല്ല, മുകളിലാണ് സീനറി, നമുക്ക് സേല പാസിലേക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്തണം എന്ന്. സേല പെട്ടെന്ന് ക്രോസ് ചെയ്ത് പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പ്ലെയിനിൽ നിന്ന് വന്നവരാ. അത് തന്നെയാണ് അവരൊക്കെ ഇവിടെ താമസിച്ചത്, മറ്റേ ഇവർ രണ്ടുപേരും ആയാലും അവിടെ താമസിക്കുന്നില്ല, അവർ അക്ലമൈറ്റൈസ്ഡ് ആണ്. ഞങ്ങളാണെങ്കിൽ ആദ്യമൊന്നും ഇത് മൈൻഡ് ചെയ്തില്ല, പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴാണ് പുള്ളി എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ദിരാങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ദിവസം സ്റ്റേ എടുക്കുന്നുണ്ട് എങ്കിൽ ദിരാങ്ങിൽ കുറേയധികം അട്രാക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഓർക്കാഡ്സുകൾ. നമ്മൾ കിവി കണ്ടില്ലേ, അപ്പോൾ ശരിക്കും ദിരാങ്ങിൽ വെച്ച് നമ്മൾ കാണാണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ ബൊംഡിയിൽ വെച്ചത് കണ്ടുവന്നേ ഉള്ളൂ. ഇവിടെ ശരിക്കും ഒരുപാട് ഫാം ലാൻഡുകൾ, ഇതുപോലത്തെ റിവർ സൈഡ് കോട്ടേജുകൾ, അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അഡ്വഞ്ചർ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ദിരാങ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരു ഹോട്ട് വാട്ടർ സ്പ്രിങ് കൂടി ഉണ്ട്, പക്ഷേ അത് ടൂറിസ്റ്റുകളൊക്കെ പോയി വൃത്തികേടാക്കിയിട്ടേക്കാണ് നമ്മുടെ ലാമാച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, കാരണം വണ്ടി ഇതിൽ നിന്ന് റൂട്ടിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോകണം. പക്ഷെ അവിടെ ചെന്നിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്ക് കുളിക്കാൻ പറ്റുന്ന കണ്ടീഷനൊന്നും അല്ല, അത് ഇച്ചിരി വൃത്തികേടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഈ റൂട്ടെന്ന് പറയുന്നത്, ഈ റിവറിൻ്റെ സൈഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൂപ്പറാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. പെട്ടെന്നുള്ള ആ ഒരു കാലാവസ്ഥ മാറ്റം നമ്മുടെ കുട്ടികളിലൊക്കെ നമുക്ക് അറിയാൻ തുടങ്ങി. നമ്മൾ ഈവൻ ഇന്ന കാറിലാണെങ്കിൽ പോലും നമുക്കൊരു തണുപ്പ്, ഒരു ശ്വാസം വിടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആക്ച്വലി മനസ്സിലായി തുടങ്ങിയത്. നമുക്ക് ചെറുതായിട്ട് മഞ്ഞ് മൂടിയ മലകളുടെ ടോപ്പ്, ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ സേല പാസിലേക്ക് കയറുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് ഇതിലും കൂടുതലാണ് ആയിരിക്കും, കാരണം നമ്മൾ നാവിൽ കയറിയപ്പോൾ ഓർമ്മയില്ലയോ, ഇതുപോലായിരുന്നു നാവിലെ ഒരു 11 മണി സമയത്ത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടാ കോടിറങ്ങി ഫുള്ള് മൂടി കംപ്ലീറ്റ് ഓഫായി പോയി. ഇത് ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ കവർ ചെയ്ത് ഇറങ്ങുന്നില്ലേ, നമ്മളെ കൊണ്ട് താങ്ങാൻ ഒരിക്കലും പറ്റില്ല. പുള്ളി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്, വഴിയാവട്ടെ പുള്ളിക്കെല്ലാം ഭയങ്കര കാണാപ്പാടാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, നല്ല അനുഭവങ്ങൾ ഒരുപാട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത്തേ നിങ്ങൾക്കത് മനസ്സിലായത് നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് കയറിക്കൊണ്ടിരിക്കുക നമ്മൾ. പക്ഷേ ആ ക്ലൈമറ്റ് മാറിയുണ്ട്, ക്ലൈമറ്റ് ഇല്ല, ആ ഒരു വെജിറ്റേഷൻ മാറിയുണ്ട്. മറ്റൊന്നുമല്ല, മൂടലാണ് ഇവിടെ. മരം ഉണ്ടോ നോക്കി, നമ്മൾ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ഉണ്ടാ മരം മാറിയതുണ്ട്. മരം മാറുമ്പോൾ തന്നെ അറിയാം ഇവിടെ ക്ലൈമറ്റിന്റെ വ്യത്യാസം അറിയാം. പ്ലെയിൻ ഒരു കണ്ടോ, ആ സൂര്യനെ ഫുള്ളിങ്ങനെ മറച്ചു വെച്ചു. അപ്പുറത്തെ മലയിൽ കറക്റ്റ് ഫുള്ള് ഇതാണ് മരങ്ങളാണ്, പക്ഷെ ഇപ്പുറത്തെ മല ഉണ്ട് താഴ്ന്ന
ജസ്റ്റ് ഒരു മരയുടെ വ്യത്യാസമേ ഉള്ളൂ, ഒരു കർവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ കർവ് മാറിയപ്പോഴത്തേക്ക് കണ്ട കയറി വന്നത്. നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇറങ്ങാൻ തോന്നത്തില്ല. ഭയങ്കര കോച്ച് പിടിക്കുന്ന തണുപ്പാണ്. ഇവിടെ നിന്ന് ആൾ താമസങ്ങളും ഇതെല്ലാം മിലിറ്ററി കാര്യങ്ങളും യൂണിറ്റുകളാണ്, എല്ലാം മിലിറ്ററിയുടെ യൂണിറ്റുകളാണ്. അവരേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് സിവിലിയൻസ് ആരുമില്ല. അതാണ് ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ പറ്റില്ല താമസിക്കാൻ, യോഗ്യമായ സ്ഥലമല്ല. നമുക്ക് നാദലിൽ വെച്ച് എന്താണോ സംഭവിച്ചത് അതിൻ്റെ റെപ്പറ്റീഷൻ തന്നെയാണ് സേലയിലും വെച്ച് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. കണ്ട കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സെയിം സമയം, സെയിം ക്ലൈമറ്റ്, സെയിം ടെമ്പറേച്ചർ, ആൾമോസ്റ്റ് എല്ലാം സെയിം. നമ്മൾ കാറിലാണുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു സുഖമുണ്ട് പോകാനായിട്ട്. ആ ഒരു ഹീറ്ററൊക്കെ ഇട്ട് ഇതിനകത്ത് ഇരിക്കാൻ ഒരു സുഖമുണ്ട്. ആ ബൈക്കിൽ പോയ ഓർമ്മയില്ല, ഒരു ഭയങ്കര ഇതാണ്. റോഡ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റുകളും ഈ ഒരു പ്ലേസ് കവർ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ രാവിലെ ഇറങ്ങാൻ നേരമേ ഒരു ശകലം ലേറ്റ് ആയിപ്പോയി. പിന്നെ ഈ കുട്ടികളെ കൊണ്ടൊക്കെ കടയിൽ കയറുമ്പോൾ അതിൻ്റെതായ താമസം, കാരണം അവർ ഫുഡ് കഴിക്കണമല്ലോ, അതിൻ്റെയൊക്കെ താമസമാണ് വന്നത്. കാലാവസ്ഥ പെട്ടെന്ന് മാറി. ഉള്ളല്ലേ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല എവിടെ അപ്പുറത്തേക്കുണ്ടല്ലേ. നമ്മൾ സേല ടോപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. സൈഡിലേക്ക് ഐസ് കാണാം. കംപ്ലീറ്റ് മാറി, ആ വെജിറ്റേഷൻ കംപ്ലീറ്റ് മാറി. നമ്മൾ ആ നാദിൽ കയറിയ പോലത്തെ ഒരു മുട്ടക്കുന്നുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതൊന്നുകൂടി മറ്റേ ഇല്ല, നമ്മുടെ ലിച്ചൻ പോലത്തെ സാധനങ്ങളല്ലേ, മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വളരുന്നില്ല. ഇത് നാദിൽ തന്നെ. കുറച്ചുകൂടി തണുപ്പുണ്ടായിരുന്ന ഐസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സേല ടോപ്പ് എത്തിയിട്ടുണ്ട്. ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഊതുമ്പോൾ തന്നെ ആ ഒരു ചൂട് വായുവൊക്കെ വരുന്ന പോലെ. ചൂട് ശ്വാസം കേട്ടോ. ഇതാണ് സേലോട്ട്. ഓഹോ നല്ല കിടിലൻ വ്യൂ ആണ്, പക്ഷേ നല്ല തണുപ്പുണ്ട്. ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ ക്ലൈമറ്റ് ഇങ്ങനെ മാറിയിട്ട്. അതുവരെയും കിടിലമായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഭാഗ്യം തന്നെയാണ് കേട്ടോ. നമുക്കങ്ങനെ ഒരുപാട് തണുപ്പില്ല, കഴിഞ്ഞ ദിവസം അത്രയും തണുപ്പില്ല. മുകളിൽ എത്തിയപ്പോഴത്തേക്കും വിഷയമായിട്ടുണ്ട്. മുകളിൽ സൂര്യനെ കാണാൻ പറ്റില്ല. നോക്കി അവിടെ സൺ സെറ്റ് ഇട്ടില്ല, കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. സത്യം കണ്ണൂന് ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ച് ആ കഴുത്തേറ്റിരുന്ന സാധനം, ആ കഴുത്തേറ്റിയ സാധനം കാണിച്ചു പറയാ. ഇറ്റല്ലയോ, ഇറ്റല്ലേ വെച്ചാൽ പറ്റൂ. ഇതാണ് സേല ലേക്ക് എന്ന് പറയുന്നത്. നല്ല കിടിലൻ വ്യൂ ആണ്. ഐ ലവ് സേല എന്നുള്ള ബോർഡ്. ഇങ്ങനത്തെ ബോർഡിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ആവുന്നുണ്ട്. ഐ ലവ് ട്രിവാൻഡ്രം, ഐ ലവ് കൊച്ചി, കുറേ ബോർഡ് കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു ബോർഡ് കൂടി, ഐ ലവ് സേല. നമ്മളിപ്പോൾ ഉള്ളത് 13,700 അടി ഉയരത്തിലാണ്. BROയുടെ കൺസ്ട്രക്ഷനാണിത്. ക്ലൈമറ്റിലും ഇവിടെയൊക്കെ റോഡൊക്കെ നിർമ്മിക്കുന്ന നമ്മുടെ BROയിലെ നമ്മുടെ സോൾജേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട് അല്ലേ. സമ്മതിക്കണം അവരേക്ക് ഇവിടെയൊക്കെ റോഡ് നിർമ്മിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഒരു വർക്കേഴ്സിനെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമ്മുടെ എഞ്ചിനീയേഴ്സ്, BROയുടെ എഞ്ചിനീയേഴ്സൊക്കെ കൂടെ നിൽക്കുകയാണ് ഈ ക്ലൈമറ്റിലൊക്കെ. അവരുടെ കൂടെ നിന്നിട്ട് ശരിക്കും ഭയങ്കര കഷ്ടപ്പാടിലാണ് ഇവരൊക്കെ. അവിടെ ഒരു മിലിറ്ററി ജീവിതം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു രക്ഷയില്ല, അവരെയൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്തു. അടിപൊളി ഐസൊക്കെ ഇങ്ങനെ ചവിട്ടിയെടുക്കാൻ. ഇവിടെ ആരൊക്കെയോ കാപ്പി കുടിച്ചിട്ട്. ചേട്ടാ എന്താ പറയുന്നത്, ഐസൊക്കെ കാണുമ്പോൾ എങ്ങനെയുണ്ട്? ചോമനൊക്കെ ഉണ്ടാക്കിയോ? ആഹാ ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ധോനി നമ്മുടെ ശ്യാം ചേട്ടൻ്റെ കൈ കയറിയിട്ടുണ്ട്. അവൾക്ക് വിശക്കുന്നു, ചോറ് വേണമെന്നൊക്കെ പറയുന്നു. എന്താ സംഭവം എന്നറിയത്തില്ല. കണ്ണു എന്താ വേണടാ? എന്താ വേന? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വലിയ വാങ്ങിച്ചാൽ മതി.
തവാങ്ങിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് നമ്മുടെ സേലയിലേക്ക് എന്നാണ് പറയുന്നത്. ഇത്രയും ജസ്റ്റ് അവിടെ നടന്നു പോയി കുറച്ച് സ്നോ ഒക്കെ തട്ടി തെറിപ്പിച്ചേ ഉള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു ക്ലൈമറ്റും ഓക്സിജൻ ലെവലൊക്കെ നന്നായി കുറവുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം കിട്ടാത്തൊരു ഫീലിംഗ് ആണ് സംഭവം. പക്ഷേ കിടിലമാണ്, അടിപൊളി ഫീൽ. നമ്മുടെയൊക്കെ വീട്ടിൽ കൊറോണയ്ക്ക് ശേഷം ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഭയങ്കര നല്ല സംഭവമാണ്. നമ്മുടെ ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു സംഭവമാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ എൻ്റെ ഓക്സിജൻ ലെവൽ എത്രയുണ്ടെന്ന്. ഓ, ഭയങ്കര കുറവാണ്. നോക്കി, 77% കാണിക്കുന്നത്. ഇപ്പോൾ എത്ര കാണിക്കുന്നത്? 76. ഭയങ്കര കുറവാണ് ഇവിടെ. നമുക്ക് അതിസമയത്ത് നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് നോർമലി വേണ്ട 90 പുറത്താണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ തണുപ്പ് അധികം അടിക്കുന്നതുകൊണ്ടും അവിടെ ഓക്സിജൻ കുറവുള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു കിട്ടത്തില്ല. നമുക്ക് 76, 77 കാണിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സ്ഥിതിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട് കുഞ്ഞാവൂ? സുഖാണോ? അവിടുത്തെ ഒരാള് നമ്മുടെ ക്ലാപ്പ് ചായ കുടിച്ചിട്ട് സെറ്റാവുകയാണ്. പക്ഷെ നമ്മുടെ ഡ്രൈവർ ലാമാജി അദ്ദേഹം ഒരു സിഗരറ്റ് കൊണ്ട് സെറ്റാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓക്കെയാണ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്വന്തം ചായയോ കാപ്പിയുടെ കിട്ടും നമുക്ക്. എനിക്ക് കാപ്പിയാണ് ഫേവറേറ്റ്. പക്ഷേ നാക്ക് കുഴയുന്നു സംസാരിച്ചിട്ട്, കിട്ടുന്നില്ല. അവിടുന്ന് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേ തന്നെ ചായയുടെ തണുപ്പ് മാറി, ചൂട് മാറി, തണുപ്പ് തുടങ്ങി. സോ സിമ്പിൾ, ഒന്നുമില്ല. പോയി ഇവിടെയൊക്കെ താമസിക്കുന്നവരെയും സമ്മതിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളക്കാരെ ഒരു രക്ഷയില്ല. വാക്കുകളുകൊണ്ട് വിവരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ എക്സ്ട്രീം ക്ലൈമറ്റോട്ടൊക്കെ വരുമ്പോഴാണ് ശരിക്കും അവരുടെ ആ ഒരു ഡ്യൂട്ടിയും ഹൊറിബിൾ. നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം ചായ കുടിച്ചിട്ട്. അതെ. എക്സ്പീരിയൻസ് നമുക്ക് നോർമലി 90+ വേണം അല്ലേ? നമുക്ക് നോർമല് 96 വേണം. ഓക്കെ. ഇവിടെ നമുക്ക് ഇപ്പൊ കിട്ടുന്നത് 75. എത്രയും പെട്ടെന്ന് താഴെ പോകുന്നത് നല്ല. ഓക്കെ 90 കിട്ടിയാലും പ്രശ്നമില്ല. ഓക്കെ 75 ആണ്. പറഞ്ഞു നമ്മുടെ യാക്കമാമൻ വരുന്നു. യാക്കമാമൻ സേല ലേക്കിൻ്റെ സമീപത്തുകൂടി സ്വച്ഛന്തം വിഹരിക്കുന്ന നമ്മുടെ യാക്ക് താങ്ങി കിട്ടുമ്പോൾ യാക്കിന് കുറച്ച് ഇറച്ചി കാണാൻ കിട്ടുമെന്ന് നോക്കണം. പക്ഷേ കിടിലൻ കിടിലാണ്. പക്ഷേ ക്ലൈമറ്റ് രക്ഷയില്ല. ആ ഒരു ഹിമാലയൻ ക്ലൈമറ്റ് അതിൻ്റെ സകല വൈദ്യുതിയോട് കൂടി നമ്മൾ പട്ടാളക്കഥകളെ തള്ളാന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ജസ്വന്ത് ബാബ മന്ദിർ എന്ന് പറയും. ഈ ജസ്വന്ത് ബാബ എന്ന് പറയുന്ന 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഒരു ആർമിയുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആംബുഷായി പോയിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നിട്ട് സകല ബങ്കറിലും പോയി വെടിവെച്ച്. അപ്പോൾ അപ്പുറത്ത് ചൈനീസ് ആർമി വിചാരിച്ചത് ഇവിടെ ഫുള്ള് നമ്മുടെ ആർമി ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പം താഴെ നിന്ന് ബാക്കപ്പ് വരുന്നത് വരെയും ഇദ്ദേഹം ഓടി കടന്ന് അവിടെ വെടിവെക്കുമായിരുന്നു. അങ്ങനെ ചൈനീസ് ആർമിക്ക് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇന്ത്യയിലേക്കുള്ള എൻട്രി നടന്നില്ല. അപ്പോൾ അത്രയ്ക്ക് വലിയ വീരപരിവേഷമാണ് ജസ്വന്ത് ബാബയ്ക്ക് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതുവഴി വന്ന പട്ടാളക്കാരെല്ലാവരും തന്നെ ജസ്വന്ത് ബാബ മന്ദിറിൽ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടേ അവർ പോകാറുള്ളൂ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത്, ജസ്വന്ത് ബാബയുടെ മന്ദിറിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മഹാവീർ ചക്രയെ കൊടുത്ത് ഭാരതത്തിൻ്റെ ബഹുമതികളൊന്നായിട്ടുള്ള മഹാവീർ ചക്രയെ കൊടുത്ത് ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും പെൻഷനും അദ്ദേഹത്തിന് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് സെർവൻ്റ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയ വീരശൂര പരാക്രമി എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയൽ അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത്. ഈ സേല ലേക്കിന് സേല എന്ന പേര് വരാൻ കാര്യം എന്താണെന്ന് അറിയാമോ? നൂറ് ആരാന്നറിയാമോ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. അപ്പോൾ നമ്മുടെ 1962 യുദ്ധത്തിലാണ് ഈ കഥകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ ഗർവാർ റൈഫിൾസ് എന്ന് പറയുന്ന റൈഫിൾസാണ് ഈ യൂണിറ്റെല്ലാം ഗാർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അരുണാചൽ പ്രദേശിൻ്റെ തവാങ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ചൈനീസ് ആർമി ക്യാപ്ചർ ചെയ്ത് അവരിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവർ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ സേല ടോപ്പ് പിടിച്ചെടുക്കാൻ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഗാർഡ് ചെയ്തിരുന്നൊരു യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റിനെ ഇവർ ആംബുഷ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ റൈഫിൾമാനായിട്ടുള്ള നമ്മുടെ ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ ലോക്കലായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. അവിടുത്തെ ട്രൈബ്സ്, മോപ്ന ട്രൈബ്സ് എന്ന് പറയും. അവരാണ് ഇവിടെ എല്ലാം ഉള്ള ട്രൈബൽസ്. അപ്പോൾ അവിടുത്തെ 2 പെൺകുട്ടികളാണ് സേലയും നമ്മുടെ നൂറയും.
അപ്പം ഇവരുടെ സഹായത്തോടുകൂടി നമ്മുടെ ജസ്വന്ത് സിംഗ് എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ അറ്റാക്ക് ചെയ്യാവുന്ന ടീംസൊക്കെ ഇല്ലേ, ആ ടീംസിനെയൊക്കെ നമ്മുടെ ഓരോ പോയിന്റുകളുണ്ട്, ഓരോ ബങ്കറുകളുണ്ട്. ഈ ബങ്കറുകളൊക്കെ മാറി മാറി തോക്കുകളുണ്ട്. അപ്പോൾ ഈ ബങ്കറുകൾ മാറി മാറി ഇദ്ദേഹം വെടിവെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചൈനക്കാർ വിചാരിച്ചു ഇവിടെയുള്ള നമ്മുടെ ആർമികളുണ്ട്, ഇന്ത്യൻ ആർമി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ താഴെ തമ്പടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം ഇവർക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അവസാനം ഈ നമ്മുടെ ജസ്വന്ത് ബാബയില്ലേ, ഇദ്ദേഹത്തിന് പ്രൊവിഷൻസ് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരെ പിടിച്ച് അങ്ങനെ അറിയുന്ന മുകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ സൈഡ് ബൈ സൈഡായിട്ട് വന്ന് അറ്റാക്ക് ചെയ്തിട്ടാണ് ജസ്വന്ത് ബാബയെ കീഴടക്കുന്നത്. അപ്പോൾ ഈ ജസ്വന്ത് ബാബയുടെ കൂടെ മറ്റ് 2 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതിന് മുമ്പ് ഇവർ ആർമി എത്തുന്നതിന് മുമ്പ് മരിച്ചു. അപ്പോൾ ജസ്വന്ത് ബാബയും നമ്മുടെ 2 പെൺകുട്ടികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവസാനം എന്തായാലും നമ്മുടെ ചൈനീസ് പട്ടാളക്കാർ ജസ്വന്ത് ബാബയെ വെടിവെച്ച് കൊല്ലുന്നു. സേലയും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. സേലയെ അവിടെ വെച്ച് കൊല്ലുന്നു, സേലയെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ 100 അവർ ക്യാപ്ചർ ചെയ്തുകൊണ്ടുപോയി. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ജസ്വന്ത് ബാബയും ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോയത്. കൊന്നതിന് ശേഷം ജസ്വന്ത് ബാബയുടെ ബോഡി നമുക്ക് സൈനികനായതുകൊണ്ട് ജസ്വന്ത് ബാബയുടെ ബോഡി നമുക്ക് തിരികെ തരേണ്ടി വന്നതെന്നാണ് പറയുന്നത്. സേല കൊല്ലപ്പെടുന്നു. അപ്പോൾ സേലയുടെ മെമ്മോറിയലാണ് ശരിക്കും സേല പാസ്, സേലയുടെ ആത്മാവാണ് സേല പാസ് എന്ന് പറയുന്നത്. പക്ഷേ 100യെ പറ്റി വിവരമൊന്നുമില്ല. 100 എവിടെയാണെന്നോ അവളെപ്പറ്റി ഒരു വിവരമില്ല. പക്ഷേ എൻ്റെ മനസ്സിന് മൊത്തം 100യാണ്. 100 എവിടെയുള്ളതെന്നാണ് നമ്മുടെ സംശയങ്ങളെല്ലാം തന്നെ. തട്ടിക്കാണും, തീർച്ചയായും തട്ടിക്കാണുമായിരിക്കാം, വേറെ ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ നമ്മൾ വൈകിട്ട് 4:45 ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ജസ്വന്ത് മന്ദിറിലേക്ക് നമുക്കൊന്ന് കയറണം. വ്യൂസ് അടിപൊളിയാണ്, നമ്മുടെ മഞ്ഞൊക്കെ വീണ് അടിപൊളി വ്യൂസാണ്. നമ്മുടെ NJP മോഹൻ ചേട്ടൻ ഇല്ലേ, മോഹൻ ചേട്ടൻ ഇവിടേക്ക് പ്രാർത്ഥിക്കാതെ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടി സ്ലിപ്പായി എന്ന് പറഞ്ഞത്. അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ജസ്വന്ത് ബാബ മന്ദിറും അദ്ദേഹത്തിൻ്റെ സ്മൃതി സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ തവാങ് റൂട്ടിൽ പോകുന്ന എല്ലാ പട്ടാളക്കാരും ഇവിടെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ പട്ടാളക്കാർക്കിടയ്ക്ക് വലിയ ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭയങ്കര സംഭവമാണ് ജസ്വന്ത് ബാബ എന്ന് പറയുന്നത്. അവരെന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് ഇതിനകത്തെ ആ ഒരു ആർക്കിടെക്റ്റും കാര്യങ്ങളും ഒക്കെ അത് മാത്രമല്ല നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ എല്ലാ പേഴ്സണൽ ബിലോങ്ങിങ്സും, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്സാണ് അതെല്ലാം തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെർവൻസിനൊക്കെ ഉണ്ട്. എല്ലാം ആർമിയുടെ എല്ലാ സൗകര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ സാലറീസ്, അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്കിപ്പോൾ എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മൃതി സ്ഥലമാണെങ്കിൽ അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം തന്നെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിയം പോലെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു വാർ മെമ്മോറിയൽ മാത്രമാണ് അത്ര പ്രിഷ്യസ് ആയിട്ട് മിലിറ്ററി, അവിടെ അത്രയും വലിയ യുദ്ധം നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, യുദ്ധം നടന്ന സ്ഥലമാണ്. ഇതെല്ലാം ബോർഡർ ഏരിയകളാണ്, മറ്റേതിനേക്കാൾ ഒരുപാട് കയറി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ജസ്വന്ത് സിംഗ് റാവത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന സഹപ്രവർത്തകർ ഉള്ളതുകൊണ്ടാണ് ഈ തവാങ്ങിൽ നിന്നൊക്കെ ചൈനക്കാരെ പോയത്. ഇല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ അന്ന് ചൈനക്കാരെ കൊണ്ടുപോയതിൻ്റെ. ജസ്വന്ത് ബാബ അന്ന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ്, അദ്ദേഹത്തിൻ്റെ മിലിറ്ററി യൂണിഫോമാണിത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെക്കാൻ ആളുണ്ട്. അന്നത്തെ ടെലിഫോൺ സിസ്റ്റംസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ കാര്യം എന്ത് പറഞ്ഞാലും സമ്മതിക്കണം. ഈ തണുപ്പിലും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേ കിടന്ന് കിതയ്ക്കാണ്. അവരുടെ ഇത് കണ്ട അന്നത്തെ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ആണ്. ഇത് മറ്റേ റാങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് തോക്കുണ്ടായിരുന്നു. ഇനിയിപ്പം വെളിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ബങ്കറുണ്ട്, അത് ഉപയോഗിച്ചിരുന്ന ബങ്കറുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സേലയും 100യൊക്കെ പ്രൊവിഷൻസ് കൊണ്ടുവരുത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്, ആ ബങ്കറൊക്കെയാണത്. ഭയങ്കര മെമ്മറീസാണ്. ടോപ്പിൽ വെച്ച് ഞാനൊരു കാപ്പി ഇട്ട് കൊടുക്കാൻ നമ്മൾ ശിവചേട്ടന് വാക്ക് കൊടുത്തിട്ട് വന്നതാണ്. ഇവിടെ കാപ്പി പോയിട്ട് മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ആ തണുപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാ പറയുന്നത് പോലും തിരിയത്തില്ല, നാക്ക് വഴങ്ങത്തില്ല. അതേ അവസ്ഥയാണ്. പക്ഷേ ഈ മഞ്ഞ് കാണാൻ രസമൊക്കെയാണ്, ജീവിച്ച് പോകുന്ന സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊട്ടും പറ്റത്തില്ല, നമ്മളിപ്പോൾ ഇനി ഒരാളുടെ ഒട്ടും പറ്റത്തില്ല. ഇവിടെയൊക്കെ നിൽക്കുന്നവർ അവരുടെ കാലാവസ്ഥയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരിക്കാം, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ പഴയ ഞങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂമോണിയയുടെ കാര്യങ്ങൾ. അത് കുട്ടികളും നല്ല വയസ്സെന്നവർക്കായാലും ബാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ബൊംബെയിൽ വെച്ച് കണ്ട പുള്ളിക്കാരൻ പറഞ്ഞു അദ്ദേഹത്തിന് കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ചു, പിന്നെ താഴെ കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു മഞ്ഞ് വീണ് തുടങ്ങി. ഇനിയിപ്പോൾ ഒരാഴ്ചകൾ 1-2 ആഴ്ചകളിൽ തന്നെ താങ്ങ് ക്ലോസ് ചെയ്യും. പിന്നെ വിൻ്ററാണ്, നമുക്ക് 4x4 വണ്ടികൾ ചെയിൻ കെട്ടി 4x4 വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്കിഡായി തോന്നും, വണ്ടി സ്കിഡായി തോന്നും. ഇപ്പം തന്നെ നമുക്ക് ഭയങ്കര ഡെഡ് സ്ലോ ഇല്ലാതെ തോന്നുന്നത്. ശരിക്കും നമ്മുടെ മഹാഭാഗ്യം കൊണ്ടാണ് നമുക്ക് ആ പനി വന്നതും ശ്യാമനെ കണ്ടതെല്ലാം ഞാൻ ദൈവാധീനം എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ബൈക്ക് കൊണ്ടുവന്നാൽ എപ്പോൾ പെട്ട് പോയെന്ന് ചോദിച്ചാൽ മതി. തവാങ് നല്ല കോസ്റ്റ്ലി സിറ്റിയാണ്. നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്ക് 3000-4000 രൂപയ്ക്കാണ് റൂം റെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലാമാണെങ്കിൽ അവിടെ നമ്മുടെ രക്ഷകനായി 600 രൂപയ്ക്ക് അതേ റൂം ഒപ്പിച്ച് തന്നിട്ടുണ്ട്.
സ്വന്തമായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഈ റൂമിന് 600 രൂപയാണ്. ഒന്ന് കാണിച്ചത് ഈ റൂം ജസ്റ്റ് 600 രൂപയ്ക്ക് നല്ല റൂം, 2 ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. 600 രൂപയേ ഉള്ളൂ. പക്ഷേ ബാത്റൂമിന് വലിയ വൃത്തിയില്ല. ഈ 0 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമുക്ക് ബാത്റൂം ഒക്കെ ഭയങ്കര ലക്ഷറിയാണ് ഇവിടെയൊക്കെ. കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, രാവിലെ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം തിരക്കിട്ടൊരു ബാത്റൂം. എന്നാലും നമുക്കൊരു ഇതുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ യാത്രയ്ക്ക് വൃത്തിയില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് പരിപാടി ആസ് യൂഷ്വൽ നമ്മുടെ കാപ്പി പ്രോഗ്രാമിനായിട്ട് കിടക്കുകയാണ്. പക്ഷേ പാല് തിളയ്ക്കുന്നില്ല, പാലൊക്കെ തിളയ്ക്കാൻ നല്ല ടൈം എടുക്കുന്നു. ഹീറ്ററൊക്കെ മാക്സിമം ഇട്ടേക്കാണ്, പക്ഷേ തണുക്കുന്നില്ല. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് തവാങ്ങിലെ റൂം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കാപ്പി കുടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ പോകാം. മാർക്കറ്റൊക്കെ 7 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയപ്പോഴത്തേക്കും 6:30 ആയി. ജസ്റ്റ് ഇത് തിളയ്ക്കുക, കാപ്പി കുടിക്കുക, നമുക്കൊന്ന് പുറത്തോട്ട് പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ. ഹായ്, അങ്ങനെ ഞങ്ങളുടെ സ്വപ്ന നഗരിയായ തവാങ്ങിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ റൂമിൽ പോയെന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് നേരെ തവാങ്ങിന്റെ മെയിൻ മാർക്കറ്റിലേക്ക് ചേച്ചി പോവാം. അങ്ങോട്ട് പോടാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഡോൾമ അമ്മായിയുടെ നമുക്ക് നോക്കാം. ഡോൾമ അമ്മായിയുടെ ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ കയറി മൃഷ്ടാന ഭോജനം നോക്കട്ടെ. ഒരുപാട് നേരം താമസിച്ച ഇവിടെ 7:30 ആകുമ്പോഴത്തേക്ക്, ഇവിടെ 7:30 ആകുമ്പോഴത്തേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും. ആൾമോസ്റ്റ് ഷോപ്പ് ഇവിടെ ക്ലോസ് ചെയ്ത് തുടങ്ങി. ഇതേ കണ്ടില്ലേ, ഇവിടുത്തെ 7 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 9 മണി സമയമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകും. അവർ രാവിലെ ഇനി വരത്തുള്ളൂ. ഒരു 8-9 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇനി മാർക്കറ്റ് ആക്റ്റീവ് ആകത്തുള്ളൂ. പക്ഷേ നമ്മൾ നാളെ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബുംബിലേക്ക് തിരിക്കും. അതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് ഈ മാർക്കറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് നമ്മളുടെ തവാങ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ തവാങ്ങിൽ വന്നിട്ട് ഇവിടെ ഏതോ ഒരു കടയിൽ കയറിയിരുന്ന് ഞങ്ങൾ നൂഡിൽസും ചൗമീനും ഒക്കെ കഴിച്ച് നമ്മുടെ ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഐറ്റം ഉണ്ട് ഇവിടെ, ഞാൻ രാവിലെ കാണിച്ചില്ലേ, അത്ര ഒരു ഐറ്റം കൂടി ഉണ്ട് കാണിച്ചത്. അല്ലേ, നമ്മുടെ അവിടെ ചെറിയ ഹോട്ടലൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടത്തില്ല. പക്ഷേ അരുണാചൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കടകളിലും കിട്ടും. അപ്പോൾ നമ്മുടെ തവാങ് വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളെ നമ്മുടെ ബുംബ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചേട്ടൻ പറഞ്ഞില്ല, ചേട്ടൻ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, നാളെ കാണാം.